ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ മാസ്റ്ററാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. നിലവിലത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് സെൽഫ് എടുക്കുള്ള ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ കിക്കർ അടിച്ചിട്ടും കിക്കറിനൊട്ടും ബലം ചെയ്യാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് താഴേക്ക് പോകാം. ഒരു കംപ്രഷൻ കുറവോട് കൂടിയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് വണ്ടി റെഡിയായി. കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ടായി കിട്ടി. എൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഹെഡിൽ കരി കൂടുതൽ വന്നിട്ടാണ്. ഹെഡിൽ കാർബൺ കൂടുതൽ കയറിയേക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് നിലവിൽ ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചൊക്കെ നോക്കി വേറെ പ്രശ്നങ്ങളൊന്നും നിലവിലേ ഇല്ല. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അതും ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് അതുമ്മേ ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴല്ലോ, ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ സെൽഫ് ബാറ്ററി ഒന്ന് ചാർജിലിട്ട് നോക്കാം എന്ന് മാത്രം. പക്ഷേ കാഴ്ചയിൽ നമുക്ക് ഇടയ്ക്ക് കണക്ഷൻ അടക്കം കിട്ടാത്തൊരു കണ്ടീഷനിലേക്ക് വന്നുണ്ട്. അപ്പോൾ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. വോൾട്ട് ചെയ്യുമ്പോൾ 12.83 വരെ കാണിക്കുന്നുണ്ട് വോൾട്ട് ചെയ്യുമ്പോൾ. ബാറ്ററി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കംപ്ലയിൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സെൽഫൊക്കെ എടുക്കും. സ്റ്റോറിങ് കപ്പാസിറ്റി കുറവാണ്, സ്റ്റോറേജ് കുറവാണ് ബാറ്ററിയുടെ. അതാണ് മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ്. അപ്പം ഒന്ന് ചാർജ് ചെയ്തിട്ടിടാം, പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം കംപ്ലയിൻറ്റ് കാണിച്ചാൽ എടുത്ത് മാറ്റിക്കളയാം, ബാറ്ററി ചേഞ്ച് ചെയ്ത് വയ്ക്കാം. പിന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം വെച്ചാൽ ഹെഡിനകത്ത് കരി വരുമ്പോഴത്തേക്കും വാൽവ് കൃത്യമായിട്ട് അടയാത്തൊരു കണ്ടീഷൻ വരും. വാൽവ് അടയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എഞ്ചിൻ കംപ്രഷൻ ലീക്കാവും. പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ ആ കംപ്രഷൻ കിട്ടണവരെ ഓൾറെഡി നമ്മൾ നല്ല സെൽഫ് അടിക്കുക അല്ലെങ്കിൽ കിക്കർ അടിക്കുക ചെയ്യേണ്ടി വരും. 69,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 30,000 കിലോമീറ്ററിലാണ് ഡീകാർബണൈസിങ് ചെയ്യേണ്ടത്, കരി കുത്തി ക്ലീൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ആ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണമാണ് കാണിച്ചത്. പിന്നെ അതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ. നമ്മൾ കുറേയൊക്കെ ഇട്ട് ഓടിച്ചേർന്നു. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്ത് കയറ്റാം. അപ്പോൾ അത്യാവശ്യം ബാക്കിയത്തെ ഒരു മൈനർ ചെക്കപ്പായിട്ടൊന്ന് ചെയ്യാം. പിന്നെ ഫ്രണ്ട് ഹാൻഡിൽ കവർ പൊട്ടിയാക്കിയിട്ടുണ്ട്, അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൂടി കൂട്ടത്തിൽ ചെയ്യാം കേട്ടോ. ഓക്കെ.